ഹയർ സെക്കൻഡറി സുവോളജി റാങ്ക് ലിസ്റ്റിലെ 432 പേരിൽ നിന്ന് അഡ്വൈസ് ലഭിച്ചത് 17 പേർക്ക് മാത്രം. ഈ സർക്കാർ വന്നിട്ട് ഇതുവരെ ഒരു നിയമനവും നടന്നില്ല. ഇതുപോലെ വിവിധ വിഷയങ്ങളായി 25,000-ഓളം പേരാണ് ഹയർ സെക്കൻഡറിയിലെ ഒഴിവും കാത്തിരിക്കുന്നത്. ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒഴിവുകൾ 1302 ആണ്. പുതിയ പരീക്ഷയ്ക്കായി വിജ്ഞാപനം ഇറക്കിയില്ല എന്നിരിക്കെ എന്തുകൊണ്ട് ലിസ്റ്റിന്റെ കാലാവധി നീട്ടുന്നില്ലെന്നാണ് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നത്. സ്റ്റാഫ് നഴ്സിന്റെ 8,000-ഓളം വരുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് 10% നിയമനമേ നടന്നിട്ടുള്ളൂ. 6 മാസത്തേക്കും കൂടെ നീട്ടി തരുവാണെന്നുണ്ടെങ്കിൽ ആർദ്രം പോലുള്ള പദ്ധതികൾ വരുന്നുണ്ട്. അതിൽ തന്നെ ഏകദേശം ഞങ്ങൾക്ക് ഒരുപാട് വേക്കൻസികൾ കിട്ടും. അതുകൂടാതെ തന്നെ ആൻറ്റിസിപ്പേറ്ററി വേക്കൻസി ഏകദേശം 3000-ഓളം ഓൾ കേരള ആയിട്ടും വരുന്നുണ്ട്. ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിലുള്ള 90% ആൾക്കാരും ഏജ് ഓവർ ആയവരാണ്. അവർക്ക് ഇനിയൊരു PSC എഴുതുവാനോ ഒരു ലിസ്റ്റിൽ കയറി പറ്റുവാനോ സാധ്യതയില്ലാത്തവരാണ്. KCB മസ്തൂർ പോലെ 6 മാസത്തിനിടെ ഒരു നിയമനം നടക്കാത്ത ലിസ്റ്റുകളുമുണ്ട്. 150ഓളം റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ഈ മാസം 30 അവസാനിക്കുന്നു. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ട് റാങ്ക് ലിസ്റ്റ് ഹോൾഡേഴ്സ് അസോസിയേഷനും യുവജന സംഘടനകളും സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടർ സമരത്തിലാണ്. റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ഒഴിവുകൾ ആയിരക്കണക്കിന്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിലുമുണ്ട്. ഈ സാഹചര്യത്തിൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടണമെന്ന ആവശ്യത്തോട് LDF സർക്കാർ എങ്ങനെ പ്രതികരിക്കും? മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം.